ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഓണത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഒരു ഫ്രോക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ മുകൾ വശത്തേക്ക് ഈ ഒരു കളറിലുള്ള പീസാണ് വരുന്നത്. താഴത്തേക്ക് നമ്മുടെ ടിഷ്യൂ ആണ് കേട്ടോ വരുന്നത്. 1.5 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു 1/4 മീറ്ററോളം മതി. കാരണം മുകളിൽ നമുക്ക് കുറച്ച് ആവശ്യമുള്ള ഒരു 1/4 മീറ്ററോളം മതിയാവും. താഴത്തേക്കുള്ള ലൈനിങ് ആണ്. ഇത് 1 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ നമുക്ക് 1.5 മീറ്റർ എടുക്കാം കേട്ടോ. 1.5 മീറ്റർ ഇപ്പോൾ കുറച്ചും കൂടി ഫ്രില്ല് വേണമെങ്കിൽ നമുക്ക് 2 മീറ്റർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ 1.5 എന്നിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലേക്കുള്ള ലൈനിങ് ഇതൊരു 1/4 മീറ്റർ എന്നിട്ട് ലൈനിങ് ഉള്ളത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളും എനിക്ക് അവർ അയച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അവർ 2 ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പും അതുപോലെ ഒരു ഫ്രോക്ക് തന്നു. അപ്പോൾ ശരിക്കും ആ കുട്ടിയുടെ ചെസ്റ്റ് അളവ് വരുന്നത് 18.5 ആണ് കേട്ടോ. 18.5 ആണ് ചെസ്റ്റ് അളവ് വരുന്നത്. ആ സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ബ്ലൗസ് കറക്റ്റ് അളവിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 18.5 ആണ് വരുന്നത്. അതേസമയം ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഒരു 20 വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ചെസ്റ്റ് അളവ് കുറച്ച് ലൂസിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സ്കേർട്ട് ആൻഡ് ടോപ്പ് നല്ല ഷേപ്പിൽ വേണമല്ലോ ബ്ലൗസ് കറക്റ്റ് അളവ്. അപ്പോൾ ഇത് ഒരു 20 ഇഞ്ചിലാണ് കേട്ടോ അവർക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള. ചെസ്റ്റ് 20 വെച്ചിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഷോൾഡർ അവരെനിക്ക് തന്നിട്ടുള്ള 7 ഇഞ്ചാണ്. അപ്പം ഞാൻ അതിൻ്റെ പകുതി എറിയുന്ന ഒരു 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു 3.5 ഇഞ്ച് തന്നെ കുറച്ചൊരു താഴത്തേക്ക് ഇതുപോലെ കൊടുത്തു. എന്താ വെച്ചാൽ നമ്മൾ വള്ളി കയ്യാന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അധികം എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഷോൾഡറിന് കിഞ്ഞ് പോകുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അതേ അളവ് തന്നെ എടുത്തിട്ടുള്ളത്. 3.5 ഇങ്ങനെ മാർക്ക് ചെയ്തും അതിന് ശേഷം നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം അതെടുക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. ആം ഹോളിൻ്റെ ഇറക്കം 4 ഇഞ്ച് എടുത്തു. കുറച്ച് ഇങ്ങോട്ടേക്കും സെയിം 4 ഇഞ്ച് തന്നെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നമ്മുടെ യോക്ക് പോർഷൻ്റെ ഇറക്കം അവർ തന്നിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അപ്പം 6.5 ഇഞ്ചിൻ്റെ ഒന്നിച്ച് 1 ഇഞ്ചാണ് ഞാൻ കൂട്ടിക്കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ മുകളിൽ ജോയിൻ ചെയ്യാനും അതുപോലെ താഴത്ത് ജോയിൻ ചെയ്യാനും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്ത് ഇതും ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് 20 അല്ലേ പറഞ്ഞതും 4 കൊണ്ട് അരിക്കുന്ന സമയത്ത് 5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം 5 ചെസ്റ്റ് പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. താഴത്ത് വേസ്റ്റ് അളവ് അവർ തന്നിട്ടുള്ള 17.5 ആണ് തന്നിട്ടുള്ളത്. ഞാനില്ലേ ഒരു 4.25 എടുക്കുന്നുണ്ട് കേട്ടോ. 4.25 താഴത്തും അതുപോലെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് അധികം കൂട്ടി കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ചെറിയ ഡിഫറൻസ് അത്രയേ ഉള്ളൂ. ഇതുപോലെ കൊടുത്തും നമുക്ക് ആം ഹോൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചെടുക്കാം കേട്ടോ. ചെയ്യാൻ പോകുന്ന കഴുത്തിന്റെ കാര്യമാണ്. ചെറിയ കുട്ടി അതുകൊണ്ട് നമുക്ക് 2 ഇഞ്ചൊന്നും കഴുത്തിന്റെ അകലെ എടുക്കണ്ട കേട്ടോ. ഞാനൊരു 1.25 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. നല്ലോണം എടുത്താൽ ഷോൾഡർ ഞാൻ പറഞ്ഞ വള്ളി ഇങ്ങനെ ഇറങ്ങി പോകുന്നൊരു പ്രശ്നം വരും. പിന്നെ കഴുത്തിന്റെ ഇറക്കം ഞാനൊരു 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചും 1.25 ആയിട്ട് ജസ്റ്റ് ഞാനൊരു ബോക്സ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ നെക്ക് ചെറുതായിട്ട് ഒരു യു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. യു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കൊടുത്തും. ഇനി ഞാൻ പറഞ്ഞ വള്ളിയാണ് ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. അപ്പം ഇത് എത്ര വരുന്നത്? ഏകദേശം നമുക്കൊരു 1.25 വരുന്നുണ്ട് ഈ ഒരു ഷോൾഡർ. അപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഞാൻ വള്ളി വെച്ച് കൊടുക്കുന്നത് 2 ഇഞ്ച് നീളത്തിലാണ് വള്ളി എടുക്കുന്നത്. ഒരു സൈഡ് 2 ഇഞ്ച്, 2 സൈഡ് വരുമ്പോൾ 4 ഇഞ്ച് നമുക്ക് വരും. അപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് 2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വരക്കാം കേട്ടോ. അപ്പം നമുക്ക് 2 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പം അടിക്കുമ്പോൾ 2 കിട്ടും. അപ്പോൾ 2ൽ കട്ട് ചെയ്താൽ ഇങ്ങനെ വരും. 2.5 നമ്മൾ ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, ഇങ്ങനെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരും. അപ്പം നമുക്ക് 2 വേണ്ട. ഞാനൊരു 1.25 കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് 1.25 ആദ്യം 2 മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1.25 ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇതിൻ്റെ ജസ്റ്റ് ഒരു സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തു. ചെറിയൊരു വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഇത്ര വരെയുള്ള വള്ളി, ചെറിയ ഇങ്ങനത്തെ ഒരു വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പം നമുക്കിത് കുറക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഷോൾഡർ ഉണ്ട്, നമുക്ക് കുറക്കും. ഇപ്പം ഞാൻ കുറക്കുന്നില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ ചെറിയ ഇത്ര വീതിക്കുള്ള ഒരു വള്ളി വരുന്ന സമയത്ത്
വരുന്ന സമയത്ത് നമുക്കിപ്പോൾ തയ്യൽ തുമ്പ് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ അര ഇഞ്ചിൽ അടിക്കുമല്ലോ, ഇതുപോലെ ഇങ്ങനെ അര ഇഞ്ച് അടിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ വള്ളി ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അര ഇഞ്ച് ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് വരുമല്ലോ, അപ്പോൾ പ്രശ്നമില്ല. നമുക്ക് അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ലെവൽ ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ആം ഹോൾ ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കാം. അര ഇഞ്ച് കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡ് കുറച്ച് ഇങ്ങനെ ഇത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് നോക്കാം. നമുക്ക് ഇവിടെ വെച്ചിട്ട് ബാക്ക് സൈഡിന്റെ കഴുത്തിന്റെ ഇറക്കം 2 ഇഞ്ച് മതിയാവും കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് 2 ഇഞ്ച് ഇവിടം വരെ വരും കേട്ടോ. അത് ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ബാക്കിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് അല്ല, ഇതിങ്ങനെ ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ മുട്ടിച്ചെടുക്കുന്ന കുറച്ച് താഴ്ത്തി കൊടുക്കാം കേട്ടോ. 2.25 വരുന്ന ഇങ്ങനെ എടുക്കാം. അപ്പം ഇങ്ങനെ വന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ബാക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ബാക്ക് നെക്കില്ലേ, ബാക്ക് നെക്ക് ഇതേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയൊക്കെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്കില് അത് അതിലേക്ക് കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ബാക്കിൽ നമ്മൾ ബട്ടൺസ് താഴത്തോളം കൊടുക്കുന്നുണ്ട് താഴത്തോളം കൊടുക്കുക, സിബ് വെക്കുന്നുണ്ട് സിബ് വെക്കുക, എന്ത് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ചെറിയൊരു ബട്ടൺസ് വെക്കുന്ന രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇതിൻ്റെ അളവ് കാണുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഇതുപോലെ വെച്ചിട്ട് കുഴിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ ബാക്ക് പീസ് ഇതുപോലെ ഇങ്ങനെ വരുന്നെടുക്കുക. നമുക്ക് കുറച്ച് താഴത്തേക്ക് ഒരു ഗ്യാപ്പ്, കൂടുതലൊന്നും വേണ്ട. ഇപ്പം ഏകദേശം 2 ഇഞ്ച് 2.25 അടുത്ത് എടുത്തിനല്ലോ, ഞാനൊരു 1.5 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. 1.5 ഇഞ്ച് ഇവിടം വരെ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഞാനിത് ഇതുപോലെയുള്ള ഒരു വള്ളി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് 2 ഇഞ്ചിൽ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിന് ഡബിൾ വരുമ്പോൾ 4 ഇഞ്ച് വരും. 4 ഇഞ്ചിന് വെച്ച് 2 സൈഡും അര ഇഞ്ച് തയ്യൽ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏകദേശം 5 ഇഞ്ചോളം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് 5 ഇഞ്ചിൽ 2 പീസ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ടാപ്പിൻ്റെ അടുത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നമ്മുടെ 5 ഇഞ്ച് വരുന്നിടത്തതാണ് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതേ അളവിൽ തന്നെ നമുക്ക് നമ്മുടെ മറ്റേതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1.5 വയസ്സിലെ കുട്ടിയായതുകൊണ്ടാണ് ഞാനൊരു 5 ഇഞ്ച് എടുത്തത് കേട്ടോ. സോറി 2 ഇഞ്ചിൽ എടുത്തത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ബാക്ക് പാർട്ടാണ്, കാരണം ഫ്രണ്ടിൽ നമുക്കൊന്നുമില്ല, നല്ല വൃത്തിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിൽ നമുക്ക് അതുപോലെ അല്ല, നമുക്ക് ബട്ടൺസ് വെക്കണ ഇതുണ്ടല്ലോ. ഞാൻ ആദ്യം ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമുക്കത് ഇതുപോലെ നമ്മുടെ മെറ്റീരിയൽ വെക്കാം. അതിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആം ഹോൾ ആദ്യം അടിച്ച് വരാം കേട്ടോ. ആം ഹോൾ അടിച്ച് വന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ വള്ളി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് നെക്കും കൂടി ഇതുപോലെ അടിച്ചിട്ട് വരാം. ആം ഹോൾ അടിച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് അടിച്ചിട്ട് ഒരു അരേഞ്ച് നമുക്ക് വേണമല്ലോ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ എനിക്ക് കരവശം ഇതുപോലെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കരവശത ഇതുപോലെ ഇങ്ങനെ നടുക്കേക്ക് ആക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ സൈഡിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കരവശം നമ്മുടെ ആം ഹോളിൻ്റെ സൈഡ്, നമ്മൾ ഈ അടിച്ച ഭാഗമില്ലേ ആം ഹോളിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് കറക്റ്റ് ആ സൈഡിലേക്ക് പോയിക്കോളും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കത് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു വി ഷേപ്പ് വരുന്ന കണക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വി ഷേപ്പ് വരുന്ന കണക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അതിലേക്ക് കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ആ വി വരുന്നതിൻ്റെ ഇവിടെ കുത്തി കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ആ സെൻറ്ററിലേക്ക് ഇവിടെയും സൂചി കുത്തി കൊടുക്കുക. എന്നിട്ടത് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ആ ഒരു പോയിന്റിലും കുത്തി കൊടുക്കാം. എന്നിട്ട് സാധാരണ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ഇപ്പുറത്തെ ഭാഗമില്ലേ, ഇപ്പുറത്തെ ഭാഗം ഇതുപോലെ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതും അടിക്കുക. നമ്മുടെ ആം ഹോൾ ഒന്ന് അടിച്ച് വരാം. ശേഷം നമ്മൾ ഈ ബാലൻസ് വന്ന മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കത് ഇവിടെ കറക്റ്റ് ആക്കി ഒരു പോയിന്റ് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡിലത് ഇതുപോലെ 2 കട്ടും കൂടി ഇട്ടെടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് തിരിച്ചിടാം കേട്ടോ.
ഇത് നല്ല വശത്തേക്ക് എടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഈ വള്ളി പിടിച്ച് വലിച്ചു കൊടുക്കാം. ഇതുപോലെ വന്നു. പിന്നെ ഈ ഒരു പോയിൻ്റൊക്കെ കറക്റ്റാക്കി ഇതുപോലെ വെച്ചിട്ട് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു ബട്ടൺസിൻ്റെ പോയിൻ്റൊക്കെ നല്ല വശത്തെ കൂടിയുള്ള സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ശേഷം നമ്മൾ ഫ്രണ്ടിലെ താം ഹോൾ അടിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് അതിൻ്റെ വള്ളി ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വള്ളി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമ്മൾ ഷോൾഡർ അടിക്കുക, നമുക്ക് നെക്ക് അടിക്കുക. ഓപ്പോസിറ്റ് വശം എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വള്ളി ഇതിനോട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതും കൂടി അടിക്കുക. ആം ഹോൾ അടിച്ച് വരാം കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഡത്തെ മെഷർമെൻറ്റ് നല്ല വശത്തേ കൂടിയുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വശത്തേ കൂടിയുള്ള സ്റ്റിച്ച് ഇടുന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. നമുക്കിതൊരു ജോർജറ്റ് മെറ്റീരിയൽ, അപ്പം നമുക്ക് നല്ല വശത്തേ കൂടി നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് ഭാഗവും ഇതിൻ്റെ ലെങ്ത്ത് അധികം ഉണ്ടാവും കേട്ടോ. മീത്ത വള്ളി വന്നുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത്ത് 6.5 അല്ലേ വേണ്ടത്. അപ്പോൾ കുറച്ചധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ലെങ്ത്ത് നമ്മൾ എക്സ്ട്രാ വെച്ചതല്ലേ വള്ളി. അപ്പോൾ നമുക്കത് ലെങ്ത്ത് നോക്കിയിട്ട് ലെങ്ത്ത് കറക്റ്റ് ആക്കാട്ടെ. എത്ര വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് 6.5 വേണ്ടു. അപ്പോൾ ഒരു 7 ഇഞ്ചിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാട്ടെ ലെങ്ത്ത്. അതുപോലെ തന്നെ ഞാനിവിടെ ഗോൾഡൻ കളർ ഇതുപോലത്തെ ടിഷ്യൂവിൻ്റെ ഒരു ബോർഡർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടും കൂടി എടുക്കണം. അതിന് ശേഷം 2 മടക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിലേ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതുപോലത്തെ വള്ളി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി വെച്ച് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് താഴ്വശം ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ബ്ലൗസില്ലേ, ബ്ലൗസിൻ്റെ താഴത്തെ റൗണ്ടിൽ അളന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മെഷർമെൻ്റ് ഇല്ലേ, ആ മെഷർമെൻറ്റിൽ കണക്കായ രീതിക്ക് മെറ്റീരിയൽ ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ മെറ്റീരിയൽ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. താഴത്തെ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത്. അതേപോലെ തന്നെ നല്ല വശത്തും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇടാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ പിടിച്ചതിന് ശേഷം നമുക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ. ഇത് നമുക്ക് ലൈനിങ് പീസ് വെക്കാം. നമുക്ക് ലൈനിങ് പീസ് ഇതിൻ്റെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ കുട്ടിക്കൊക്കെ കുറച്ചും കൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തുച്ഛം നമുക്ക് ഇടുന്ന സമയത്ത് മേക്ക് കൊള്ളും. അത് കൊള്ളാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത്. ഇത് നമ്മൾ ലൈനിങ് വെക്കുന്ന സമയത്ത് ലൈനിങ് ഉണ്ടാക്കാൻ നമ്മൾ ഇതേപോലെ ഫ്രില്ലിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ടൈം നമുക്കിത് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടത്. ഇതുപോലെ ഉള്ളിലോട്ടേക്ക് വെച്ചതിന് ശേഷം ഫ്രില്ലിട്ട് തന്നെ ചെയ്യുന്നെങ്കിൽ ഫ്രില്ലിട്ട് തന്നെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വെച്ചിട്ട് റൗണ്ടിൽ ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കാം. ഫ്രില്ലിട്ട് എടുത്തതിന് ശേഷം നമുക്കത് നേരെ ആക്കുന്ന സമയത്ത് ഇതാ ഇങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ. അത് ഈ കരയടിച്ചത് ഇവിടെ വെക്കണം കേട്ടോ. ഇതിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെ നല്ല നീറ്റിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്യാനാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ ഒന്ന് ഫ്രില്ലിട്ട് എടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടേ നമുക്കിതിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. കുട്ടികൾക്ക് ഒന്നും കൊള്ളാനോ കുത്താനോ ഒന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ നൂലൊക്കെ കട്ട് ചെയ്യണത്രേ. ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കണ്ടില്ലേ, നമുക്ക് ഇവിടെ ബോയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ അവർ തന്ന റെഫറൻസ് ഫോട്ടോയിൽ ചെറിയൊരു കുഞ്ഞു ബോയ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇസ്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് കൊറിയർ അയക്കുന്ന സമയത്ത് ആദ്യം ഒന്നും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇവിടെ നമുക്കൊരു ബോയും കാര്യങ്ങളും വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ.